ഞാൻ യൂസർ ഷോറൂമുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് രൂപത്തിലൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ടൊയോട്ടോ വാഹനങ്ങൾ എവിടെയാണ് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാങ്ങാൻ പറ്റുന്ന സ്ഥലം ഏതാണ് ഷോറൂം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഷോറൂം വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാനെന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുഴക്കലുള്ള നിപ്പോൺ ടൊയോട്ടോയുടെ ഓതറൈസ്ഡ് യൂസർ ഷോറൂം ആയിട്ടുള്ള യൂട്രസ് എന്ന് പറയുന്ന ഷോറൂമിലാണ്. നിങ്ങൾക്ക് ടൊയോട്ടോ വാഹനങ്ങൾ, അതായത് ഇപ്പോൾ ഫോർച്യൂണർ, അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ എന്നിങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ, നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും ഒറിജിനൽ കേരള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡീലർമാരാണ് ഈ പറയുന്ന നിപ്പോൺ ടൊയോട്ട എന്ന് പറയുന്ന ഓതറൈസ്ഡ് ഷോറൂം. നിപ്പോൺ ടൊയോട്ടയുടെ 25ാം വാർഷികവും അതുപോലെ തന്നെ ഓണം ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു മാസമാണ് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് ഈ മാസം എടുക്കുന്ന എല്ലാ വാഹനത്തിനും 10,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതിപ്പോൾ ഒരു വലിയ വാഹനം എടുത്താലും ശരി, ഒരു ചെറിയ വാഹനം എടുത്താലും ശരി. ഇവിടെ നിന്ന് സർട്ടിഫൈഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ 6 മാസം മുതൽ 2 വർഷം വരെ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ 2 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ടൊയോട്ടയുടെ ഏത് ഷോറൂമിൽ പോയാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. 10,000 രൂപയുടെ ഡിസ്കൗണ്ടിന് പുറമെ ഇവിടുന്ന് ഏത് വാഹനം എടുത്താലും ഇന്റീരിയർ ക്ലീനിങ്, അതുപോലെ തന്നെ പോളിഷ്, വാഷിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സൗജന്യമായിട്ട് ചെയ്തു തരും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാസം സ്റ്റോക്ക് കാണാം. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത്തവണയും നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നിക്സൺ സാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇന്നോവയിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതിന് മുന്നേ ഇപ്പം നിങ്ങളുടെ 25ാം വാർഷികവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? നമുക്ക് എന്താണ് ഓഫേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വാഷിംഗ്, പോളിഷിംഗ്, ഇന്റീരിയർ ക്ലീനിങ് നമ്മൾ ഈ പ്രാവശ്യം തന്നെ നിർത്തുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏത് വാഹനം എടുത്താലും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പ്രൈസിൽ 10,000 റുപ്പീസ് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ടൊയോട്ടയുടെ വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതർ ബ്രാൻഡ് വാഹനത്തിന് ഈ പറഞ്ഞ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാത്തിനും ഉണ്ടാവും. ഇത് 2016 മോഡല് Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. സെക്കൻഡ് ഓണർ 95,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. ഇത് പെട്രോൾ ഡീസലാ? ഡീസൽ വാഹനമാണല്ലേ? ഏതാ? 7 സീറ്റർ ആണോ? ഇത് 7 സീറ്റർ ആണ്. 7 സീറ്റർ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ടൊയോട്ടോ വാഹനം 7 സീറ്റർ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വാഹനമുണ്ട്. ഇത് Z എന്ന് പറയുന്ന വേരിയന്റ്, ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവില്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? ഇത് 19,90,000 രൂപ. 19,90,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും? ഒറിജിനൽ കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന വാഹനങ്ങളുടെ വാറണ്ടിയാണ്. ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ടോ? 1 ഇയർ വാറണ്ടി. 1 വർഷം വാറണ്ടി ഉണ്ട്. ഫ്രീ സർവീസോ? 2 ഫ്രീ സർവീസ് ഉണ്ട്. അത് നമുക്ക് ടൊയോട്ടയുടെ ഏത് ഷോറൂമിലും പോവുകയും ചെയ്യാം. ഓക്കെ. അടുത്തായിട്ട് ടൊയോട്ടോ കമ്പനിയുടെ ഏറ്റവും വലിയ വാഹനങ്ങളൊന്നായിട്ടുള്ള ഫോർച്യൂണർ അല്ലേ? ഫോർച്യൂണർ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് ആണല്ലേ? ഇത് പെട്രോൾ ഡീസലാ? ഡീസലാണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 26,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. വെറും 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലാണ്ട്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ 2023 മോഡൽ. ഇത് സിഗ്മ E4. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളെന്തെങ്കിലും ഇല്ല. മേജർ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 44 ലക്ഷം രൂപ. ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം വാഹനം ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 2.4 Z ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്, അതായത് ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണല്ലേ? എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞു? ഇത് വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടിയാണല്ലേ? അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ. 7 സീറ്റർ അല്ലേ? അതെ, 7 സീറ്റർ വാഹനമാണ്. 32 lakh ആണ് ആസ്കിംഗ് വരുന്നത്. പൈസ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ. ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഏതാ മോഡല്? ഇത് 2018 GX മാനുവൽ. ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 99,000 കിലോമീറ്റർ ഓടി. 99,000. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളുള്ള വണ്ടി. പെട്രോൾ ഡീസലാ? ഡീസൽ. ഇതിന് വാറണ്ടി ഉണ്ടോ? 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഇതിൽ GX എന്ന് പറയുന്നത് ഏതാ? നമുക്ക് ബേസ് ഓപ്ഷൻ മാനുവൽ വരും. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, എല്ലാം ക്ലിയർ ആണ്. ഇവിടെ നിലവിലുള്ള വാഹനങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം പക്കയായിരിക്കും. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 17,90,000 രൂപ. 17,90,000 ചോദിക്കുന്നത്. ടൊയോട്ടോ കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ? ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2024 ബി മാനുവൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 18,000 കിലോമീറ്റർ ഓടിക്കണം. വെറും 18,000 കിലോമീറ്റർ ഓടിക്കണം. ഒരു ലോ കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ന്യൂ കാറിന്റെ വാറണ്ടി ഓൾറെഡി ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇത് ഏത് വേരിയന്റ് ഏതാണ്? ഇത് വി മാനുവൽ പെട്രോൾ. അതായത് വി എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്നത് 16,400.
16,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് ടൊയോട്ടോ കമ്പനിയുടെ ഇന്നോവ എന്ന് പറയുന്ന വാഹനമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും എൻക്വയറീസ് വരുന്ന ഒരു വാഹനമാണ് ഇന്നോവ അല്ലേ. ഇത് ഏതാ മോഡല്? ഇത് 2013 മോഡല് 7 സീറ്റർ വി എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. വി ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,08,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഡീസൽ മാനുവൽ സെക്കൻഡ് ഓണർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എല്ലാം കണ്ടീഷനാണ്. വേറെ മേജർ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. നിലവിൽ കണ്ടീഷൻ വണ്ടിയല്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 10,50,000 രൂപ. 10,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് ഹോണ്ട കമ്പനിയുടെ അമേസ് അല്ലേ? അമേസ്. ഏതാ മോഡൽ? ഇത് 2017 S മാനുവൽ ബേസ് ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ബേസ് ഓപ്ഷൻ പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 88,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? ഇത് സെഡാൻ സെഗ്മെന്റ് വണ്ടിയാണ്. ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ് അല്ലേ? അതെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,75,000 രൂപ. അടുത്തായിട്ട് കിയ സോണറ്റ്. നല്ല ക്വാളിറ്റി വാഹനമാണ് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2023 മോഡൽ സിംഗിൾ ഓണർ 1 ലിറ്റർ IMT HTX എന്ന് പറഞ്ഞ വേരിയന്റ് ആണല്ലേ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 49,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 49,000. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സും കാണാൻ വരിക. ഇത് സൺറൂഫ് വരെ വരുന്നുണ്ട് വണ്ടി. സൺറൂഫ് അലവില് പുഷ്പ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഇതിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 9,50,000 രൂപ. അടുത്തായിട്ട് ടാറ്റ കമ്പനിയുടെ ടിയാഗോ അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? 2020 XZ+ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. പെട്രോളാ ഡീസലാ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? എല്ലാം ഉണ്ട്. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് XZ+ ആയതുകൊണ്ട് തന്നെ ഇതിൽ അലോയ് വീൽ അടക്കം എല്ലാ ഫീച്ചേഴ്സും കാരണം വരും. പിന്നെ നല്ല ക്വാളിറ്റി ക്യാമറ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ, 4-door പവർ വിൻഡോ, ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. വേറെ ഒന്നും ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ല. ടയർ അടക്കം കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 5,20 ചോദിക്കുന്നത്. നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂം ആണെങ്കിലും ഒരുപാട് അതർ ബ്രാൻഡ് വാഹനങ്ങൾ നമുക്ക് ഏത് വാഹനമാണെങ്കിലും ഷോറൂമിൽ വരാം അല്ലേ? ഈ റെനോൾട്ട് ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 വണ്ടിയാണ്. 2013. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. ഏതാ വേരിയന്റ്? ഇത് RXL എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഡീസൽ മാനുവൽ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 1,03,000 കിലോമീറ്റർ. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഏതാ വേരിയന്റ് ഏതാണ്? ഇത് RXL ആണ്. 110 PS വരുന്ന വണ്ടിയാണ്. 110 ആണല്ലേ? ഓക്കെ. ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരിക? 4-door പവർ വിൻഡോ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ABS കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 3,90 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് 10,000 രൂപ ഡിസ്കൗണ്ട് ഓണം പ്രമാണിച്ചിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസം മാത്രം ഉണ്ടാവുന്ന ഓഫർ ആണല്ലേ? അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ടൊയോട്ടയുടെ എത്തിയോസ് അല്ലേ? ഇതേത് മോഡൽ തന്നെ? 2014 മോഡലാണ്. സിംഗിൾ ഓണർ GD എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 1,39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വാഹനമാണ്. ഇതിൽ GD എന്തൊക്കെ ഫീച്ചേഴ്സ് തരാം? GD നമുക്ക് പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ബേസിക് കാര്യങ്ങളായിട്ടുള്ള എല്ലാതും വരുന്നുണ്ട്. ABS കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? അതെ, കണ്ടീഷനാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉള്ള വാഹനമാണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 5,30 ചോദിക്കുന്നത്. അടുത്തായിട്ട് ഫോക്സ്വാഗൻ കമ്പനിയുടെ വെൻഡോ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 ഡീസൽ വെൻഡോ ഹൈലൈൻ ഓപ്ഷൻ വരുന്നത്. ഹൈലൈൻ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,03,000 കിലോമീറ്റർ ഓടി. 1,03,000. ഇത് പെട്രോൾ ഡീസലാണ്. ഓട്ടോമാറ്റിക് DSC ഗിയർ ബോക്സ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ വാഹനം? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാ ഭാഗവും ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 4.5 ആണ്. 4.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതില് ഓണം പ്രമാണിച്ചിട്ട് 10,000 രൂപയുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഓഫേഴ്സ് വേറെ ഉണ്ട്. ഇത് മാരുതി കമ്പനിയുടെ ബലേനോ അല്ലേ? അതെ, ബലേനോ 2021 മോഡൽ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 58,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ ബേസിക് ഫീച്ചേഴ്സ് എല്ലാതും ഉണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, 4-door പവർ വിൻഡോ, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ. സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ ആണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 6.75 ആണ് ചോദിക്കുന്ന പ്രൈസ്. 6.75. ഇത് ഡാറ്റ്സൺ കമ്പനിയുടെ ഗോലെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 T എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് വരുന്നത്. T ഓപ്ഷൻ അല്ലേ? ഒറ്റ വേരിയന്റ് വരുന്നുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ. 1,31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ചെറിയ വാഹനം. ലോ ബജറ്റ് വാഹനം. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നില്ല? AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ വരുന്നത് എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 90% ടയർസും കാര്യങ്ങളുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് ഇത് 1,40,000 രൂപ. അടുത്തായിട്ട് മഹേന്ദ്രയുടെ നല്ലൊരു വാഹനം നമുക്കിപ്പോ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 6 സീറ്റർ വാഹനല്ലേ? 6 സീറ്റർ. ഇതേതാ വാഹനം? KUV 100 എന്ന് പറയുന്ന വെഹിക്കിൾ ആണ്. മഹേന്ദ്രയുടെ KUV 100 അല്ലേ? ഇതേതാ മോഡൽ ഏതാണ്? ഇത് 2016 K6 KUV 100 ആണ് വണ്ടി. വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടി.
30,000 കിലോമീറ്റർ ഓടിക്കും. പെട്രോൾ ആണോ? പെട്രോൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 6 സീറ്റ് വണ്ടിയാണല്ലേ? 6 സീറ്റ് വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 2,80,000 രൂപ. 280. അടുത്തായിട്ട് ഒരു ചെറിയ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 വേരിയന്റോ? സ്പോർട്സ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ മാനുവൽ. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,50,000 രൂപ. 5,50,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുമല്ലോ? അറേഞ്ച് ചെയ്ത് തരും. ഇത് ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 വി ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. വി എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ 95,000 കിലോമീറ്റർ. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. വിയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അലവിയിൽ അടക്കം വരുന്ന ഒരു വാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,40,000 രൂപ. 4,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു ലോ ബജറ്റിൽ ഒരു ചെറിയ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഓൾട്ടോ കേട്ടൺ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 സിംഗിൾ ഓണർ 56,000 കിലോമീറ്റർ ഓടി VXi ഓപ്ഷൻ. അതില് അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും കണ്ടീഷൻ അല്ല? എല്ലാം കണ്ടീഷൻ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 53,000 കിലോമീറ്റർ. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. 235 നമ്മൾ ചോദിക്കണേ. ഹ്യുണ്ടായി കമ്പനിയുടെ i20 എന്ന വാഹനം യുവാക്കളുടെ ഒരു ഹരം തന്നെയാണല്ലേ? നമുക്ക് നല്ലൊരു വാഹനം ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഈ മാസം. ഇത് 2018 എറ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. അതെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് എന്താണ് എറയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരെ? നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഒരു ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട്. ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് ലിവ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ ജി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ജി എന്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയല്ല? കണ്ടീഷൻ വണ്ടി. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,90,000 രൂപ. 3,90,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്.